സാർ, നമ്മുടെ ഭൂമി കുഴിക്കുമ്പോൾ അടിയിൽ നിന്ന് വിഗ്രഹങ്ങളും ശിവലിംഗങ്ങളും ഒക്കെ കിട്ടുന്നത് ഒരു പുതിയ സംഭവമല്ല. ഇപ്പോൾ ഏതാണ്ട് 2 ആഴ്ച മുമ്പാണ് പാല ബിഷപ്പ് ഹൗസിന് അവകാശപ്പെട്ട അവരുടെ അധികാര പരിധിയിലുള്ളൊരു ഭൂമിയിൽ നിന്നും ഇതുപോലെ കപ്പ നടാൻ വേണ്ടിയിട്ട് ഭൂമി നിരത്തുന്നതിനിടെ JCB ഉപയോഗിച്ച് ഭൂമി നിരത്തുന്നതിനിടെ മണ്ണിനടിയിൽ കുഴിച്ചിട്ട നിലയിൽ ഒരു ശിവലിംഗം കണ്ടെത്തിയത്. മണ്ണിനടിയിൽ പെട്ടുപോയതാണത്. അത് ഇപ്പോൾ വലിയ വിവാദമൊക്കെ ഉണ്ടാക്കാൻ മാധ്യമങ്ങളും ചില ഓൺലൈൻ മീഡിയകളും ഒക്കെ ശ്രമിച്ചു. പക്ഷെ അത് പരാജയപ്പെട്ടുപോയി. ഏറ്റവും പുതുതായിട്ട് അവിടെ ദേവപ്രശ്നം നടത്താൻ തീരുമാനമായിരിക്കുകയാണ്. എന്താണ് സാർ അതിൻ്റെ പുതിയ വിവരങ്ങൾ? ഈ ഒരു സംഭവം വിരൽ ചൂണ്ടുന്നത് എന്തിലേക്കാണ്? 2-3 കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒന്ന്, ഭാരതത്തിൽ ആദ്യം വന്നവരാകട്ടെ ഇവിടെ ഉള്ളവരാകട്ടെ, 2 വാദവും, ഇപ്പോൾ ആഫ്രിക്കയിൽ നിന്നാണ് വന്നൊരു വാദമുണ്ടല്ലോ. രണ്ടായാലും ഹിന്ദു സമൂഹമായിരുന്നു ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെയാണ് ക്രിസ്ത്യൻ സമൂഹം വരുന്നു, ഇസ്ലാം സമൂഹം വരുന്നു, അങ്ങനെ വരുന്നു. കുറച്ച് പേര് നബിയിൽ വിശ്വസിച്ചു, കുറച്ച് പേര് യേശുവിൽ വിശ്വസിച്ചു. ബാക്കിയുള്ളവരെല്ലാം ഇവിടെ ഹിന്ദുക്കൾ എന്നുള്ള സങ്കല്പത്തിൽ ഇവിടെ തുടരുകയായിരുന്നു. ദേവത സമ്പ്രദായം 3 രീതിയിലുണ്ട്. ഒന്ന്, കുടുംബദേവത. ഇല്ലങ്ങളിൽ, മിക്കവാറും ഇല്ലങ്ങളിൽ എന്തുണ്ടായിരുന്നിരിക്കും? ഒരു ചെറിയ പ്രതിഷ്ഠയും സംവിധാനം. മിക്കവാറും ഇല്ലങ്ങൾ, കാവോ പ്രതിഷ്ഠയോ മിക്കവാറും ഇല്ലങ്ങളുണ്ടായിരുന്നു. അല്ലാത്ത സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. ഈ വീടുകളിൽ വെച്ചാരാധന അതിന് തന്നെ കുടുംബദേവത എന്നാ പറയുന്നത്. കുടുംബദേവത സങ്കല്പം ഉണ്ടായിരുന്നു. പരദേവത. പിന്നെ അത് കഴിഞ്ഞ് ഗ്രാമദേവതയുണ്ട്. ഏത് ഗ്രാമം എടുത്താലും, പണ്ട് നഗരങ്ങളില്ലല്ലോ, ഏത് ഗ്രാമം എടുത്താലും അവിടെ ഒരു ദേവതാ സമ്പ്രദായമുണ്ട്. ആ ഗ്രാമത്തിന്റെ രക്ഷകനോ രക്ഷകയോ ആ ദേവതയാണ് അല്ലെ ദേവനാണെന്നാണ് സങ്കല്പം. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തെ നമുക്ക് 2ആയിട്ട് എടുക്കാം. ഗുരുവായൂർ അമ്പലം ഗുരുവായൂർക്കാർക്ക് ഗ്രാമക്ഷേത്രവുമാണ്, നമുക്ക് ഇഷ്ടക്ഷേത്രമാണ്, ഇഷ്ടദേവന്റെ ക്ഷേത്രമാണ് ദൂരെയുള്ളവർക്ക്. അതെ, അങ്ങനെ 3 തരത്തിൽ ക്ഷേത്ര സംവിധാനമുണ്ട് നമുക്ക്. വിഗ്രഹാരാധന 3 തരത്തിൽ വരും. ഒന്ന് കുടുംബദേവത അല്ലെ പരദേവത, അല്ല പിന്നെ ഗ്രാമദേവത, അല്ലെ നാടിൻ്റെ ഒരു ദേവത, അല്ലെ ദേവസമ്പ്രദായം, പിന്നെ ഇഷ്ടദേവത. ഓരോരുത്തർക്ക് ഇഷ്ടം അനുസരിച്ച് പോയി പ്രാർത്ഥിക്കും. പക്ഷെ ശബരിമലയിലേക്ക് നമ്മൾ ഇഷ്ടദേവത സങ്കല്പിച്ച് നമ്മൾ പോകുന്നത് ഇത് ഉണ്ട്. അപ്പോൾ പണ്ടേ കാലത്ത് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നത് കൊണ്ട് ചാർവാകന്മാരും ഉണ്ടായിരുന്നു. വിശ്വസിക്കാത്തവരുമുണ്ട്, ദൈവത്തിലും വിഗ്രഹാരാധനയിലും ഒരിക്കലും വിശ്വസിക്കാത്തവരുമുണ്ട്. അവരും ഹിന്ദു മതക്കാരാണ്. നമ്മൾ പറഞ്ഞോ അറിഞ്ഞാൽ അവർ യുക്തിവാദികൾ എന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, ചാർവാഹകന്മാർ യുക്തിവാദികളല്ല. ചാർവാഹകന്മാരാരായിരുന്നു? ഈ വിഗ്രഹാരാധനയിലൊന്നും വിശ്വസിക്കാത്ത വിഭാഗമായിരുന്നു, ഹിന്ദുക്കൾ തന്നെ അവർ. പക്ഷേ ഇതിലൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, നിങ്ങളുടെ വിഗ്രഹാരാധന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറയുന്ന വേറൊരു വിഭാഗക്കാർ. പിന്നെ ശാക്തേയക്കാർ, അങ്ങനെ കുറേ വിഭാഗമുണ്ട്. വൈഷ്ണവക്കാർ, ശൈവക്കാർ, ഇങ്ങനെ വിഭാഗങ്ങളുടെ ഒരു പ്രളയമാണ് ഭാരതം. അതെ, അത്രയും സ്വാതന്ത്ര്യം നൽകുന്ന സ്ഥലമാണ്. അപ്പോൾ കേരളം എടുത്തു കഴിഞ്ഞ് മലപ്പുറം എടുത്ത് നോക്കൂ, നമ്മളാരെയും കുറ്റം പറയല്ല, എന്തുമാത്രം ഇല്ലങ്ങളുണ്ടായിരുന്ന സ്ഥലമാണ്. കോഴിക്കോട് എടുത്ത് നോക്കൂ, മലബാർ മൊത്തം എടുത്ത് നോക്കൂ, ലോകനാർക്കാവിലമ്മയും എന്തോരം ഹൈന്ദവ ഒരു ആരാധന കേന്ദ്രങ്ങൾ പർദീസയായിരുന്നു. അപ്പോൾ ഇത് ഭൂപരിഷ്കരണം നടന്നപ്പോൾ യാതൊരു പരാതി ഇല്ലാതെ ഈ ഭൂമി ആർക്ക് കൊടുത്തു? ഒരു രക്തച്ചൊരിച്ചിലും ഉണ്ടാവുന്നതിന് ഭൂപരിഷ്കരണം നടന്നു. നിങ്ങളത് മനസ്സിലാക്കുക. സർക്കാർ നിയമം കൊണ്ടൊന്നും ആളുകൾ ആർക്ക് ഭൂമി കൊടുത്തു? ഗവൺമെൻറ് ഭൂമി എടുക്കാൻ പറഞ്ഞു, ഭൂമി കൊടുത്തു. 1000 ഏക്കർ ഉണ്ടായിരുന്ന PS നടരാജപിള്ള തിരുവനന്തപുരത്ത്, മനോമണി സുന്ദരംപിള്ളയുടെ മകൻ PS നടരാജ, പഴയ മന്ത്രിയായിരുന്നു. 1000 ഏക്കർ, 600 മുതൽ 1000 ഏക്കർ വരെ ഭൂമി ഉണ്ടായിരുന്നു. മുഴുവൻ സർക്കാർ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ലാ അക്കാഡമിക്ക് അങ്ങനെയാണ് വന്നത്. അദ്ദേഹം അവസാനവും പറഞ്ഞില്ല. ഒരു ഓലക്കെട്ടത്തിലാണ് പുള്ളി മരിച്ചു പോകുന്നത്, കടനാട്ട് പുള്ളി മരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊടുത്തതാണ് സമൂഹത്തിന് കൊടുത്തത്. അതാണ് ലാ അക്കാഡമി. അന്ന് റൂറൽ ഡെവലപ്മെൻറ്റ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്ത റൂറൽ ഡെവലപ്മെൻറ്റ് അക്കാഡമിക്ക് കൊടുത്തതാണ്. ഇപ്പോൾ പിന്നെ അത് ലാ അക്കാഡമിക്കായി മാറി വേറെ രൂപത്തിലേക്കൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് പോയത്. അത് വേറെ രൂപത്തിലേക്കൊക്കെ പോയി. അപ്പോൾ ഞാൻ പറഞ്ഞ അന്നെല്ലാം തിരിച്ചു കൊടുത്തു. അമ്പലങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ പല അമ്പലങ്ങളും ക്ഷയിച്ചു പോയി, നോക്കാൻ ആളില്ലാതെ ക്ഷയിച്ചു പോയി. ഈ വരുമാനമില്ലല്ലോ, കാരണം വസ്തുക്കളെല്ലാം പോയല്ലോ. ഭൂമി കൂടുതലും ദേവസ്വത്തിൻ്റെതായിരുന്നു, അതെല്ലാം പോയല്ലോ, ഗവൺമെൻറ്റിലേക്ക് പോയല്ലോ. അപ്പം വസ്തുക്കളില്ലാതെ വന്നപ്പോൾ അമ്പലങ്ങളെല്ലാം നിത്യവൃത്തിക്ക് പോലും നിവൃത്തിയില്ലാത്ത രീതിയിൽ പല അമ്പലങ്ങളും അന്ത്യത്തിരി കത്തിക്കാൻ പോലും ആളില്ലാത്ത രീതിയിൽ പല അമ്പലങ്ങളും ക്ഷയിച്ചു പോയി. പിന്നെ 70കൾക്ക് ശേഷമാണ് കുറച്ച് അമ്പലത്തിനൊക്കെ ഒരു മാറ്റം കേരളത്തിൽ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഇല്ലങ്ങൾ, ഇതൊരു പഴയ ഇല്ലത്തിൻ്റെ ആണെന്ന് വിശ്വസിക്കുന്നു. അവിടുത്തെ ഈ പറമ്പ് ഇല്ലമൊക്കെ നശിച്ചു പോയി. ആ ഇല്ലത്തിൻ്റെ പറമ്പിലുണ്ടായിരുന്ന ശിവക്ഷേത്രത്തിൻ്റെ ശിവലിംഗവും വിഗ്രഹങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു നല്ല വശം എന്തെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് അവിടെ സംഭവം. അപ്പം JCB ഉപയോഗിച്ച് കുഴിച്ചു, ഇത് കണ്ടു. പക്ഷേ JCB ഉപയോഗിച്ച് ആളുകൾക്ക് വേണമെങ്കിൽ അത് കല്ലെന്ന് പറഞ്ഞിട്ട് കളയാമായിരുന്നു. അവിടെ താമസിക്കുന്ന ക്രിസ്ത്യാനികളാണ് ചുറ്റും താമസിക്കുന്നത്, അവർക്ക് വേണമെങ്കിൽ ഇത് മറച്ചു വയ്ക്കാൻ. പക്ഷേ അവരപ്പം തന്നെ അപ്പുറത്തുള്ള അമ്പലത്തുകാരെ അറിയിച്ചു, വെള്ളപ്പാട് ക്ഷേത്രത്തുകാരെ അറിയിച്ചു. അവർ വന്ന് നോക്കി, അവർക്ക് മനസ്സിലായി ക്ഷേത്രാവശിഷ്ടമാണെന്ന് മനസ്സിലാക്കി. അവർ ഉടനെ ആരെ കണ്ടു? ബിഷപ്പിനെ കണ്ടു. ഇതിൻ്റെ നല്ല കാര്യങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവിടുത്തെ ചാനലുകളും ചില ഓൺലൈൻ മീഡിയകളും വ്യക്തികളും അതിൽ കൂടുതലും നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, അങ്ങനെ വലിയ വിഭാഗം വന്നിട്ട് എന്ത് ചെയ്തു?
ഇതിനെ വളരെ മോശമാക്കി. പറ്റുമോ എന്ന് ഒരു ബാബറി മസ്ജിദ് ഇഷ്യൂ പോലെയൊക്കെ ഒരു വലിയ ഇഷ്യൂ ആക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നോക്കി. ഒരു കലാപം. പിന്നെ അതിനകത്ത് ഒരു ഭക്തി കാര്യം കൂടെ നമ്മൾ, അതിൻ്റെ ഒരു ആത്മീയ കാര്യം കൂടെ നമ്മളൊന്ന് ചർച്ച ചെയ്ത് പോകണം. ഈ ശിവലിംഗം എന്ന് പറഞ്ഞാൽ ശിവൻ്റെ എന്തോ രൂപമാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ലിംഗം എന്ന് പറയുന്നത് നമ്മൾ പുരുഷന്മാർക്ക് മോശപ്പെട്ട, സ്ത്രീകൾക്ക് യോനി ലിംഗം എന്നൊക്കെ പറയും പോലെ ഒരു ലിംഗമാണ്, ലൈംഗിക അവയവമാണ് ശിവലിംഗം എന്നാണ് ഇവരെല്ലാം ധരിച്ചിരുന്നത്. ചില ഞാൻ പേര് പറയുന്നില്ല, ഒരു സ്ത്രീ സോഷ്യൽ മീഡിയയിൽ ഇട്ടു, ശിവൻ ഇത്രമാത്രം ലിംഗമുണ്ടോ? എത്ര അതപ്പതിച്ച ചോദ്യമാണ് ആ ചോദിക്കുന്നത്. ശിവൻ്റെ സങ്കല്പം സൃഷ്ടിസ്ഥിതി സംഹാര കാഴ്ചപ്പാടുകൾ വരുന്ന സമയത്താണ് ശിവസങ്കല്പമൊക്കെ വരുന്നത്. പക്ഷെ അതിനു മുമ്പും ശൈവ സംവിധാനമുണ്ട്, ശിവസങ്കല്പമുണ്ട്. ഇവിടെ ആദിപരാശക്തി എന്നുള്ള സങ്കല്പമുണ്ട്. അപ്പം ശിവൻ്റെ വിഗ്രഹം തന്നെ, ശിവൻ്റെ ശിവലിംഗം തന്നെ 3 ഭാഗവും സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെയും, അതായത് ശിവലിംഗത്തിൻ്റെ ഏറ്റവും മോൾഭാഗത്ത് കാണുന്ന ഭാഗം ശിവൻ്റെയും, പിന്നെ ബ്രഹ്മാവ്, വിഷ്ണു, അതുപോലെ തന്നെ ഭൂമിയിലിരിക്കുന്നത് കൊണ്ട് ഭൂമാതാവ്, ശാക്തി, ഇങ്ങനെ വലിയ ആത്മീയ സങ്കല്പമുള്ളതാണത്. അല്ല വെറുതെ ഒരു കല്ലല്ല, ഒരു ശിംഗമല്ല. അറ്റോമിക് പവർ പ്ലാന്റുകളെല്ലാം, ലോകത്തെല്ലാം അറ്റോമിക് പവർ പ്ലാന്റുകൾ ഇരിക്കുന്ന ഏതിൻ്റെ ആകൃതിയിലാണ്? ശിവലിംഗത്തിൻ്റെ. അത് അപ്പോൾ മനുഷ്യൻ്റെ ലിംഗമാണെന്ന് കണക്കാക്കിയിട്ടാണോ, അല്ലെങ്കിൽ ശിവൻ്റെ ലിംഗമാണെന്ന് കണക്കാക്കിയിട്ടാണോ? ഇതങ്ങനെ എന്താ അതിൻ്റെ സയൻസ് എന്താ? ഊർജത്തിൻ്റെ സ്രോതസ് എന്നുള്ളൊരു സയൻസാണ് അതിൻ്റെ. പിന്നെ അതുപോലെ തന്നെ അടയാളം എന്നുള്ള അർത്ഥമുണ്ട് ലിംഗത്തിന്. അതെ, ഊർജം എന്നൊരു അർത്ഥമുണ്ട്. ഇങ്ങനെയൊക്കെ അർത്ഥമുള്ള വളരെ വ്യത്യസ്തമായ ആത്മീയ സങ്കല്പമുള്ള വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള കാര്യങ്ങളെ ഒന്നുകിൽ നമ്മളിത് പറയാതിരിക്കുക. നിങ്ങൾ ബൈബിൾ എടുത്ത് നോക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഖുർആൻ എടുത്ത് നോക്കുന്ന പോലെ ഹിന്ദു ആചാരങ്ങളെ പഠിക്കാൻ പറ്റില്ല. കാരണം അതിനകത്ത് 100,000 വ്യാഖ്യാനങ്ങൾ. ഇപ്പോൾ ശങ്കരഭാഷ്യം എടുക്കുന്നതല്ല വേറെ ആൾ പറയുന്നത്. ഇപ്പോൾ ഗീത ഇസ്കോൺകാർ പറയുമ്പോൾ ഭക്തി മാർഗത്തിലായിരിക്കും അവർ വ്യാഖ്യാനിക്കുന്നത്. ഒരു നമ്മുടെ ഒരു ധ്യാനം ചെയ്യുന്ന ആളുകൾ നോക്കിയാൽ അവർ വേറെ മാർഗത്തിലായിരിക്കും പറയുന്നത്. ജ്ഞാനമാർഗം, ഭക്തിമാർഗം, കർമ്മമാർഗം, ഇതെല്ലാം പല മാർഗം. പിന്നെ നമ്മളെ ചിന്മയ സ്വാമി എടുത്തു കഴിഞ്ഞാൽ സ്വാമിജി അദ്വൈത സിദ്ധാന്തം അനുസരിച്ചാണ് ഗീതയെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഓരോരുത്തർ അവരവരുടെ ഇഷ്ടമനുസരിച്ച് വ്യാഖ്യാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് കണ്ണുകൊണ്ട് വേണോ അത് കഴിക്കാം. ഞാൻ ചെറിയ ഉദാഹരണം പറയും, സാറിന് അത് മനസ്സിലാവും, മാഷിന് മനസ്സിലാവും. ദോശമാവ് സാധാരണ ആൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നത്. ദോശ ചുടാം, മസാല ദോശ ചുടാം, സാധാ ദോശ ചുടാം, നെയ് റോസ്റ്റ് ചുടാം, ഊത്തപ്പം ചുടാം, ഇഡ്ഡലി ചുടാം, പൊടി ദോശ ചുടാം, 70 ഐറ്റത്തിൽ ദോശ ചുടാം, പിന്നെ ഇഡ്ഡലിയും ചുടാം. ഇത്രയും സ്വാതന്ത്ര്യം ദോശമാവിനുണ്ടല്ലോ. ഈ വൈവിധ്യമുണ്ട്. ദോശമാവ് കൊണ്ട് ചെയ്യാൻ പറ്റും. ഗോതമ്പ് കൊണ്ട് അടയുണ്ടാക്കാം, നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കാം, പൂരി ഉണ്ടാക്കാം. ഇതാണ് സ്വാതന്ത്ര്യം, ഇതാണ് സനാതന ധർമ്മം. ഇത്രയും സ്വാതന്ത്ര്യമുണ്ട് മനുഷ്യന്. നിങ്ങൾക്ക് ചിന്തിച്ച് ഏത് വഴി വേണോ നിങ്ങൾക്ക് ചിന്തിക്കാം. എവിടെ എത്താൻ? ആ ഏകത്വത്തിലെത്താൻ. ഒന്നായി നിൽക്കുന്ന, പ്രപഞ്ചമായി നിൽക്കുന്ന ബ്രഹ്മമെന്ന് പറയുന്ന ആ ഒരു സത്യമാണ്. ആ സത്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് പല വഴികൾ. കടലിലെ വെള്ളം മേൽപോട്ട് പോയി നീരാവിയായി താഴോട്ട് വന്നാൽ പല തോടുകൾ വഴി, പല പുഴകൾ വഴി, പല നദികൾ വഴി, പല കിണറുകൾ വഴി, പല കുളങ്ങൾ വഴി, ഭൂഗർഭജലമായി, ഉപരിതല ജലമായി, പല രൂപത്തിൽ അതെവിടെ എത്തും? തിരിച്ച് കടലിലെത്തും എന്ന് പറയുന്ന പോലെയാണ് ഈ ആത്മീയത. ഇത് പഠിക്കാതെ ഹിന്ദു ആചാരങ്ങളെ തള്ളിപ്പറയുന്നവരെയും അതിൻ്റെ ഇങ്ങനെ കോലടിക്കുന്നവരെ എന്താ പറയേണ്ടത്? വളരെ കഷ്ടമല്ലേ അത്? എന്തുകൊണ്ടാണ് ഇതെല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ ചെയ്തിട്ടും സനാതന ധർമ്മത്തിൽ ആളുകൾ വന്ന് തിരിച്ച് മറുപടി അതിൻ്റെ താഴെ പറയാത്തത്? കുറച്ച് പേര് വളരെ തീവ്രവാദമായിട്ട് വളരെ കുറച്ച് പേര് പറയുന്നുണ്ടായിരിക്കും. ഇപ്പം ഞാൻ തന്നെ സംസാരിക്കുമ്പോൾ ഒരു മിതഭാഷയിൽ ഇത് പറയുന്ന കാര്യം എന്താ? മറ്റൊരാളെ തെറിയല്ല. ഈ സംസ്കാരം എന്നെ പഠിപ്പിച്ചിരിക്കുന്ന, ഞാൻ പകർന്നിരിക്കുന്ന, എനിക്ക് പകർന്നു കിട്ടിയിരിക്കുന്ന ഒരു മണ്ണെന്ന് പറയുന്നത് മറ്റുള്ളവരെ കാണുമ്പോൾ തൊഴുന്ന മണ്ണാണ്. ഷേക്കാൻ്റെ കൊടുക്കലല്ല, നമ്മൾ തൊഴും 2 കൈയും. വിനയത്തിൻ്റെ ഭാഷയിൽ ജീവിക്കുന്ന നാടാണിത്. പാദപൂജയുള്ള നാടാണ്. പാദങ്ങളെ തൊട്ട് വന്ദിക്കും. പാദങ്ങളെ വന്ദിക്കുമ്പോൾ ആളേക്ക് ഒരു പാദം കാല് പിടിക്കുന്നു, കാല് തൊഴുന്നു. ഇപ്പോൾ സുരേഷ് ബാബുയുടെയൊക്കെ കൈക്ക് കുലിക്കാമെങ്കിൽ കാലിൽ തൊട്ടുള്ള കുഴപ്പം എന്താ എനിക്കറിയില്ല. കാല് അശ്ലീലമാണോ? ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കയ്യിൽ തൊഴാം, കയ്യിൽ പിടിക്കാം, അശ്ലീലമില്ല. കാലിൽ തൊട്ടാൽ അത് അശ്ലീലമല്ലല്ലോ. കാല് ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമല്ലേ കാല്. അപ്പോൾ നമ്മൾ കെട്ടിപ്പിടിക്കുക എല്ലാം ചെയ്യും. പക്ഷേ കാലിൽ തൊട്ട് പോയാൽ എന്തോ കുഴപ്പമുണ്ടെന്ന്. അപ്പോൾ ഇതൊന്നും ഒരു സംസ്കാരം അറിയാത്തുള്ള ചിന്തയുടെ കുഴപ്പമാണ്. സാഷ്ടാംഗ പ്രണാമം നടത്താമെന്ന് പറഞ്ഞാൽ ഞാൻ സർവ്വതും സമർപ്പിക്കുന്നതാണ് അമ്പലത്തിൽ ചെന്നിട്ട്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ സാഷ്ടാംഗം കിടന്ന് പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ സർവ്വതും എന്നെ ഞാൻ അർപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഞാൻ കിടന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് ചിന്തിച്ച് വേണ്ടി. അപ്പോൾ ഈ ആത്മീയ ചിന്ത അറിയത്തില്ല, ലൈംഗിക ലിംഗത്തിൻ്റെ ചിന്ത അറിയത്തില്ല, ശിവലിംഗം എന്താണെന്നറിയത്തില്ല, പിന്നെ അത് സൃഷ്ടിസ്ഥിതി സംഹാരം, പിന്നെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിൻ്റെ തിയറി അറിയത്തില്ല, ബ്രഹ്മാവിൻ്റെ ഇതൊന്നും അറിയത്തില്ല. ഇതറിയാണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ടാൽ ഹിന്ദുവിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ, ആചാരത്തെ എന്തെങ്കിലും തെറി പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവരുടെ ചിന്ത. ഇപ്പോൾ എന്തായാലും ഭാഗ്യവശാൽ നമുക്ക് എന്ത് സംഭവിച്ചു? അവിടെ
ബിഷപ്പ് തന്നെ മുൻകൈയെടുത്ത് ബിഷപ്പ് തന്നെ മുൻകൈയെടുത്ത് അവർ തീരുമാനമെടുത്തു. ഇപ്പോൾ അത് അവസാനം അവർ ഒരു ജ്യോതിഷിയെ വെച്ചിട്ടുണ്ട്, തന്ത്രിയും ജ്യോതിഷിയും ഒക്കെ ദേവപ്രശ്നം നടക്കുന്നു. അതും അവിടെ വെച്ച് തന്നെ നടത്താൻ തീരുമാനം അവർ അനുവദിച്ചു. സ്പോട്ടിൽ വെച്ച് നടത്താൻ അവർ ഷെഡ് കെട്ടി ചെയ്തുമായിരിക്കും, അവിടെ വെച്ച് നടക്കും. അതിനൊരു പറയുന്ന അനുസരിച്ച് അവിടെ തന്നെ ഇനി അമ്പലം വേണമെങ്കിൽ അത് വസ്തു തിരിച്ചൊക്കെ മേടിക്കണം, അതിന് വേറെ പ്രോസസ്സുണ്ട്, അത് ചിലപ്പോൾ നടക്കുമായിരിക്കും. അല്ലെങ്കിൽ വെള്ളിപ്പാട് ക്ഷേത്രത്തിലേക്ക് ഈ വിഗ്രഹങ്ങൾ ഇതിനെല്ലാം പൂജ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ ഒരുപാട് ആളുകൾ ദൈവമുണ്ടോ ദൈവമില്ല എന്നൊക്കെ അന്വേഷിച്ച് ആരാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. തൊഴുത്തിൽ കിടക്കുന്ന ചാണകം, തൊഴുത്തിലാണല്ലോ കിടക്കുന്നത്, അതെടുത്ത് ഉരുട്ടി ഒരു ഇലയിൽ കൊണ്ടുവച്ച് കുറച്ച് വെള്ളവും തെളിച്ച് ഇലയിൽ വെച്ചിട്ട് തുളസിപ്പ് വെച്ചാൽ അത് ഗണപതിയാണ്. സങ്കല്പം അതാണ്, അതിൽ ഗണപതി വരുമെന്നാണ്. നിങ്ങൾ 4 സാമ്പ്രാണിത്തിരി വെളുത്തി രാവിലെ ഒരു പടത്തിൻ്റെ മുമ്പിൽ ഒരു കടക്കാരൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ ദൈവം വരും എന്നുള്ളതാണ് സങ്കല്പം. അല്ല, കടക്കാരൻ ദൈവത്തിനെ കാണാൻ വേണ്ടി തിരുപ്പതി പോയിട്ടല്ല രാവിലെ കട ഉറക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ തിരുപ്പതി പോയിട്ടൊന്ന് കട ഉറക്കാൻ ഒക്കത്തില്ലല്ലോ, അല്ലെങ്കിൽ ഗുരുവായൂർ പോയിട്ടൊന്ന് ഉറക്കാൻ പറ്റത്തില്ല. അടുത്ത അമ്പലം എല്ലാം വിചാരിക്കുക. അതൊക്കെ എവിടെ കാണാം? ഈ അദ്ദേഹത്തിൻ്റെ തിരി കൊളുത്തുന്നിടത്ത് അദ്ദേഹത്തിന് എവിടെ കാണാം? ഈശ്വരനെ കാണാം. ഇതാണ് ഭാരതത്തിൻ്റെ ഈശ്വരൻ സങ്കല്പം. സർവവും ഈശ്വരനാണ്, എല്ലാം ഈശ്വരനാണെന്ന് പറയുന്ന, ഈശ്വരനല്ലാതെ ഒന്നുമില്ലെന്ന്, സർവ്വചരാചരങ്ങളും ഈശ്വരനാണെന്ന് പറയുന്ന, ഈശ്വരനല്ലാതെ ഒന്നുമില്ലെന്ന് പറയുന്ന, ആവശ്യമുള്ളത് മാത്രം എടുക്കണമെന്ന് പറയുന്ന, പിന്നെ എന്താണ് സഹയജ്ഞോ പ്രജാസൃഷ്ടോ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി യജ്ഞം ചെയ്യണം, യജ്ഞം പോലെ ജീവിക്കണം എന്നൊക്കെ പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ജീവിതം യജ്ഞമയമാക്കണം. യജ്ഞം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഗുണം കിട്ടുന്ന രീതിയിലായിരിക്കണം, എല്ലാവർക്കും നന്മ ഉണ്ടാകണം. സഹിംസ, സത്യം, നീതി, ന്യായം, കരുണ, സഹിഷ്ണുത, സഹാനുഭൂതി, സഹകരണം, എന്തൊരു മനോഹരമാണിത്. അതെ അതെ, നമ്മുടെ പ്രാർത്ഥന തന്നെ അങ്ങനെയാണല്ലോ, എത്രയൊക്കെ മനോഹരമാണ്. സർവേ ഭവന്തു സുഖിന എന്നാണ്, എത്ര മനോഹരമാണിത്, എല്ലാവർക്കും സുഖം. പിന്നെ അതുപോലെ തന്നെ അമ്പലങ്ങളിൽ ഗംഗേ യമുനേ കാവേരി തീർത്ഥം സമർപ്പയാമി, എന്തൊക്കെയാണിത്, ഇത്ര മനോഹരമാണ്. പ്രകൃതിയെക്കുറിച്ചുള്ള വർണ്ണനയും പ്രാർത്ഥനയും പൂജയൊക്കെ. ഇതിനെ കുറച്ച് പേര് ബ്രാഹ്മണ ശൂദ്ര വഴക്കായിട്ട് പറയും, കുറച്ച് പേര് വേദം പഠിക്കാൻ പറ്റിയില്ല. വേദം പണ്ട് പഠിക്കാൻ പറ്റിയില്ല, ശരിയാ, ഇപ്പം പഠിക്കാമല്ലോ എല്ലാവർക്കും. അതെ അതെ അതെ, ഇപ്പം ആർക്കും തടസ്സമില്ലല്ലോ. അതെ, അപ്പം എല്ലാവർക്കും പഠിക്കാം, എല്ലാവർക്കും പൂജ ചെയ്യാം, ആർക്കും എന്തുവേണം ചെയ്യാം. അതെ, എന്തുവേണം ചെയ്യാം, ആരും ബഹളമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇപ്പം ഈശ്വരനിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ നിരീക്ഷിച്ച് നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല. ആത്മാന്വേഷണമാണ്, ആത്മജ്ഞാനാന്വേഷണമാണ്. ഇത് ഭൗതിക വഴിയിൽ നിങ്ങൾക്ക് കിട്ടില്ല, ഭൗതിക വഴിയിൽ അന്വേഷിക്കാനും പറ്റില്ല. ഇത് വേറെ വഴിയാണ്. കെമിസ്ട്രി ഫിസിക്സും കൂടെ ഒന്നിച്ച് പോകില്ലല്ലോ. കെമിസ്ട്രിക്ക് കെമിസ്ട്രിയുടെ വഴി, ഫിസിക്സിന് ഫിസിക്സിൻ്റെ വഴി. ഹോമിയോ ഡോക്ടർക്ക് അലോപ്പതി ചികിത്സ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ പറ്റില്ലല്ലോ, പോലീസ് കൊണ്ടുപോകില്ലേ? അപ്പോഴേ വ്യാജ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട്. പല സ്ട്രീമാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ട്രീമാണ്, ഭൗതികത വേറൊരു സ്ട്രീമാണ്. ആത്മീയത എന്ന് പറയുന്നത് ആത്മജ്ഞാനത്തിൻ്റെ, ആത്മാന്വേഷണത്തിൻ്റെ ഒരു സ്ട്രീമാണ്. അതിനകത്ത് പറയുന്ന, താത്വികമായി പറയുന്ന ഒരുപാട് ആചാരങ്ങളുടെയും രീതികളുടെയും പ്രതീകങ്ങളാണ് ഈ വിഗ്രഹങ്ങളുമൊക്കെ. അതിനെ മാനിച്ചില്ലെങ്കിലും എന്ത് ചെയ്യരുത്? നിന്ദിക്കരുത്, അപമാനിക്കരുത്.